വയനാട് കണിയാമ്പറ്റയിലെ കടുവയെ ഇന്ന് മയക്കുവെടി വെച്ചേക്കും. കടുവയുടെ വനഭാഗത്തേക്കുള്ള കാൽപ്പാടുകൾ നാട്ടുകാർ കണ്ടെത്തി. ജോഷില ചേരുകയാണ്. ജോഷില, 2 ദിവസമായി കടുവ വയനാട്ടിൽ നിൽക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, പടിക്കവയൽ ഇന്നലെ കണ്ടെത്തിയ കടുവ ഇന്നലെ ഇവിടെ നിന്നും, അതായത് പുളിക്ക വയലിൽ നിന്നും പടക്കം പൊട്ടിച്ച ശേഷം നേരെ കാപ്പിത്തോട്ടത്തിലേക്കായിരുന്നു പോയത്. എന്നാൽ ആ കടുവയെ വീണ്ടും നിരീക്ഷിച്ച് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇന്ന് രാവിലെ മുതൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ. ഇപ്പോഴാണ് ഈ റോഡിൽ കാൽപ്പാടുകൾ കണ്ടെത്തി. അതുപോലെ തന്നെ ആ കാൽപ്പാടുകൾ പോകുന്നത് നേരെ വയലിലേക്കാണ്. ആ വയലിൽ നിന്നും 2 കിലോമീറ്റർ അപ്പുറത്താണ് നീർവാരം വനമുള്ളത്. ആ വനത്തിലേക്ക് കാൽപ്പാടുകൾ, അത് പുതിയ കാൽപ്പാടുകളാണ് എന്നുള്ള കാര്യം ആണ് ജനങ്ങൾ പറയുന്നത്. ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് അത് പോലീസ് നിരീക്ഷിച്ചപ്പോഴും അത്തരത്തിൽ തന്നെ പുതിയ കാൽപ്പാടുകളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ, DFO അടക്കമുള്ള ആളുകൾ, അജിത് കെ രാമൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ കാൽപ്പാടുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള മുളങ്കാടിലേക്ക് ആ കടുവ പോയിരിക്കാം. അതല്ലെങ്കിൽ അതിനപ്പുറമുള്ള 2 കിലോമീറ്റർ അപ്പുറമുള്ള നീർവാരം വനമേഖലയിലേക്ക് കടുവ കടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ കാൽപ്പാടുകൾ ഇന്ന് കടുവയുടേതാണ് എന്നുള്ള സ്ഥിരീകരണം, അതേ കടുവയുടേതാണ് എന്നുള്ള സ്ഥിരീകരണം വന്നു കഴിഞ്ഞാൽ മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത വരൂ. അതല്ലെങ്കിൽ ആ കടുവ തിരിച്ച് ഇപ്പുറത്തേക്കുള്ള ഭാഗത്തേക്ക് തന്നെ വരികയാണെങ്കിൽ വീണ്ടും അത് ആശങ്കയ്ക്കിടയാക്കും. എന്നാൽ താൽക്കാലിക ആശ്വാസം എന്ന് വേണം പറയാൻ. അത് കടുവയുടേതാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം വരുത്തേണ്ടിയിരിക്കുന്നു. നാട്ടുകാരുടെ ഒരു അനുഭവ പരിചയം വെച്ച് അവർ കടുവയുടേത് തന്നെയാണ് കാൽപ്പാടുകൾ എന്നാണ് പറയുന്നത്. എന്തായാലും RRT അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് നിന്നും നേരെ കാണുന്ന മുളങ്കാടുകളിലേക്ക് കടുവ കയറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട്. അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ്. കാൽപ്പാടുകൾ കടുവയുടേതാണ് എന്നുള്ളത് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് വനപാലകർ. എന്തായാലും റേഞ്ച് ഓഫീസർ റോസ്മേരി അടക്കമുള്ള ആളുകൾ ആ സംഘത്തോടൊപ്പമുണ്ട്. അവർ ഇപ്പോൾ ആ വഴി പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷമി, വയനാട്ടിൽ കടുവയെ ഇന്ന് മയക്കുവെടി വെച്ചേക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ജോഷിലയാണ് വിശദാംശങ്ങൾ നൽകിയത്.